ഞങ്ങളുടെ യോഗം പ്രധാനമായും കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഇവിടെ കൂടിയത്. ഞങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പൂർത്തീകരിച്ചിട്ടില്ല. ഇനിയും കുറച്ച് ഭാഗം കൂടെ ഉണ്ട്. പ്രാദേശികമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ഏതായാലും മീഡിയ ആളുകൾ നിങ്ങൾക്ക് സമയമായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൂടുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുന്ന നമ്മുടെ ജില്ലാ തലത്തിലുള്ള യോഗങ്ങളൊക്കെ കൂടിയിരുന്നു. പക്ഷേ സംസ്ഥാന തലത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ യോഗം ഞങ്ങൾക്ക് കൂടാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഇപ്പോൾ കൂടിയത്. വളരെ ദീർഘമായി പല അജണ്ടകളും നമ്മൾ എടുത്തു. അതിനകത്ത് ആദ്യമായി ചില തീരുമാനങ്ങൾ ഞങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന്, ഈ അടുത്ത ദിവസം വരാൻ പോകുന്നത് നമ്മുടെ ജനുവരി 30-ാം തീയതിയാണ്. കെ എം മാണി സാറിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നമ്മൾ ചെയ്യാവുന്നത് പോലെ അത് കാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ അത് എല്ലാ പഞ്ചായത്തുകളും കേരള സംസ്ഥാനത്തെ മുഴുവൻ പറ്റുന്ന രീതിയിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് കമ്മിറ്റിയുള്ള മുഴുവൻ പഞ്ചായത്ത് മണ്ഡലങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തീരുമാനം അത് കഴിഞ്ഞ പ്രാവശ്യവും എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇനിയിപ്പോൾ പോകുന്ന ചർച്ചയിലേക്കും നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ്. ആ തെരഞ്ഞെടുപ്പിൽ സീറ്റുമായി ബന്ധപ്പെട്ട് അത് ചില ഒരു തരത്തിൽ പറഞ്ഞ സീറ്റ് ചർച്ചയിലേക്ക് പോകുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 13 സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് 12 സീറ്റായി ഇടതുപക്ഷത്തിൻ്റേതായിട്ട് അത് നമ്മുടെ ചർച്ചയിൽ വന്നു കഴിഞ്ഞു. ചർച്ചയിലല്ല, അവരുടെ ഒരു ആവശ്യം മുന്നോട്ട് CPM വെച്ചപ്പോൾ കുറ്റിയാടി വിട്ടുകൊടുക്കുകയുണ്ടായി. ഇപ്രാവശ്യം 13 സീറ്റ് മിനിമം എങ്കിലും അത് വേണം. അത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എത്രമാത്രം കടക്കാൻ കഴിയും എന്നുള്ളതും ചർച്ച ചെയ്യണം എന്ന് പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അതോ ആ തീരുമാനങ്ങളും അതുപോലെ തന്നെ നമ്മളെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ചെയർമാനെ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ മേഖലാ യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഓരോ മേഖലയിൽ CPM, CPI, കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ മേഖലയിലും അഡീഷണലായിട്ട് കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി LDF ഒരാളെ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ മലബാർ മേഖലയിൽ നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ KJ ദേവസ്യ, സീനിയർ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ KJ ദേവസ്യയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരം ഈ മേഖലയിൽ, കൊല്ലം മേഖലകളിൽ നമ്മുടെ സീനിയർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ VT ജോസഫാണ്. പഴയ നമ്മുടെ ചേർത്തല മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള അദ്ദേഹമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാനുണ്ടാകും. മറ്റ് ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നതാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായത് ഏതാണ്ട് 5.5 വർഷക്കാലം മുമ്പ് ഇതേ ഒരു ഘട്ടത്തിലാണ്. ഒക്ടോബർ മാസം പകുതിയോടുകൂടി 14-നാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മാറി. എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ആ ഘട്ടത്തിനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നീക്കുപോക്കുകൾ നടത്തി. ഈ പ്രാവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ അതുപോലെ തന്നെ കൂടുതൽ സീറ്റുകൾ പല സ്ഥലങ്ങളിൽ ലഭിച്ചു. പക്ഷേ പല ജില്ലകളിലും നമ്മൾ അതിൻ്റെ അവലോകനം ചെയ്ത് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു വിജയം നമുക്ക് പല മേഖലകളിൽ, അത് കേരള കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട പല മേഖലകളിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വിജയം കരസ്ഥമാക്കിയില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അതിനെയൊക്കെ നമ്മൾ കാരണങ്ങൾ വിലയിരുത്തുകയുണ്ടായി. ഞാനത് പൊതുവേ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ പ്രധാനം കഴിഞ്ഞ 5.5 വർഷക്കാലം കൊണ്ട്, അല്ലെങ്കിൽ 5 വർഷക്കാലം കൊണ്ട് കേരള കോൺഗ്രസ് എന്തു ചെയ്തു, ഏത് തരത്തിലാണ് സർക്കാരിൻ്റെ കാര്യത്തിലും ജനങ്ങളുടെ കാര്യത്തിലും സോഷ്യൽ ഇഷ്യൂവിൻ്റെ കാര്യത്തിലും സാമൂഹിക വിഷയത്തിൻ്റെ കാര്യത്തിലും എന്തൊക്കെ ഇടപെട്ടു, എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്നൊരു ഓഡിറ്റിംഗ് നടത്തണം എന്നുള്ള ഒരു കാര്യം
ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി, ഇവിടെ നേതാക്കന്മാർ പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ദീർഘമായ കഴിഞ്ഞ ഒരു 5 വർഷക്കാലം കേരള കോൺഗ്രസ് പാർട്ടി കേരള സംസ്ഥാനത്ത് എന്ത് ചെയ്തു, അത് ഭരണത്തിലുണ്ടോ ഭരണത്തിലില്ലയോ എന്നുള്ളതല്ല, പക്ഷെ അതെടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു തരത്തിൽ പറഞ്ഞ പ്രതിപക്ഷം, നമുക്കറിയാം ഒരു ഭരണപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഒരു ഇടപെടലുകൾ നടത്തുമ്പോൾ, ഒരു സോഷ്യൽ ഇഷ്യൂസ് നടക്കുമ്പോൾ, വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ ഒരു തരത്തിലും പരിമിതികളുണ്ട്. ഒരു തരത്തിലും ഭരണം നടത്തുന്ന ആ സർക്കാരിന് ഒരു എംബാരസ്മെന്റ് വരാതെ വേണം നമുക്ക് ഈ കാര്യം ചെയ്യാൻ, അല്ലേ? അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഭരണപക്ഷത്തിരുന്നുകൊണ്ട് ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് എമ്മിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഇതൊരു സമരമോ അല്ലെങ്കിൽ ഒരു ആരോപണത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമോ ഒന്നുമല്ല. പക്ഷേ കൃത്യമായി ഓരോ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് അതിനൊരു പരിധിവരെ പരിഹാരം കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നെടുക്കുകയാണെങ്കിൽ ബഫർ സോണുമായി ബന്ധപ്പെട്ട് ആ ബഫർ സോണുമായി എത്രയോ വലിയ ചർച്ചകളാണ്. ചാനലുകളെല്ലാം നിങ്ങളെല്ലാവരും ആ ചർച്ചകളിലൊക്കെ പങ്കെടുത്തതാണ്. പക്ഷേ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇടപെട്ടത് കേരള കോൺഗ്രസ് എമ്മാണ്. ഇത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നുള്ളതല്ല, പക്ഷേ ഇത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അതിന് വ്യക്തമായി ഇവിടെ വൈസ് ചെയർമാൻ ശ്രീ തോമസ് ചാഴികാടൻ ഇവിടെ ഉൾപ്പെടെ ഞാനും അദ്ദേഹവും അതേ ലോക്സഭാ അംഗമായിരുന്ന ആ ഘട്ടത്തിൽ ഒരുമിച്ച് പോയി അവിടെ ഒരു എംപവർ കമ്മിറ്റിയെ കണ്ട് അവിടെ ഞങ്ങൾ ഇതിൻ്റെ റിപ്പോർട്ട് 42 പേജുള്ള റിപ്പോർട്ട് കൊടുത്തു. എംപവർ കമ്മിറ്റിയാണ് ആരെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് അതിനുള്ള നിർദ്ദേശം കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, നിയമസഭയിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലേക്ക് വന്നപ്പോൾ ഇത് റിമോട്ട് സെൻസിങ്ങിലല്ല ഇതിൻ്റെ ഇൻവെൻ്ററി എടുക്കേണ്ടത്, പക്ഷേ ഇത് എടുക്കേണ്ട ഫിസിക്കൽ വെരിഫിക്കേഷനാണെന്ന് പറയുകയും അതനുസരിച്ച് കേരള കോൺഗ്രസിൻ്റെ ആവശ്യം അനുസരിച്ച് അത് പിന്നെ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം കൂടി ആയിപ്പോയി. പ്രതിപക്ഷം പറഞ്ഞു ഇതേ കേരള കോൺഗ്രസ് പറഞ്ഞുകൊണ്ടല്ല നിങ്ങളിത് മാറ്റുന്നത് പോലും പ്രതിപക്ഷ നേതാവ് അസംബ്ലിക്കകത്ത് ചോദിച്ചപ്പോൾ അതിൽ ഒരു മാറ്റം വരികയും ഒരു പരിധി വരെ പരിഹരിക്കാനും കഴിഞ്ഞു. ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വന്യമൃഗത്തിൻ്റെ അക്രമവുമായി ബന്ധപ്പെട്ട് അവിടെ കൃത്യമായി ഏറ്റവും ആദ്യമേ ഇപ്പോഴും ഒരു രാഷ്ട്രപ്രസ്ഥാനം മാത്രമല്ലേ പറഞ്ഞുള്ളൂ, ഒരു വന്യമൃഗം അക്രമകാരിയായ ഒരു വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ അതിനെ വെടിവെച്ചിക്കണം, വനത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് തന്നെ വെടിവെച്ച് വീഴ്ത്തണം എന്ന് പറഞ്ഞത് കേരള കോൺഗ്രസ് പാർട്ടി. ഞാൻ പറയുകയുണ്ടായി, അത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, 2-3 വർഷക്കാലം മുമ്പ് അന്ന് ഒത്തിരി പ്രതിഷേധങ്ങളുണ്ടായി, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ അവിടെയൊന്നും സംസാരിക്കരുത്. അപ്പോൾ അത് വന്നപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഈ പറഞ്ഞ കേന്ദ്രത്തിൻ്റെ നിയമമാണ്, കേന്ദ്രത്തിൽ എല്ലാവരും ഒരുമിച്ച് MLA-മാർ ഒരുമിച്ച് പോയി അവിടുത്തെ കേന്ദ്ര വനവകുപ്പ് മന്ത്രിയെ കണ്ടു. ഞാൻ അതിലേക്ക് ഡീറ്റെയിലേക്ക് വന്ന് 1.25 മണിക്കൂർ സംസാരിച്ചു. ഇവിടെ ഒരു നിയമ ഭേദഗതി ഉണ്ടാകണം, അതല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ വേണം. ആ ഡയറക്ഷൻ എന്താണ്? അത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ 65 സെക്ഷൻ പ്രകാരം ഒരു ഡയറക്ഷൻ കൊടുക്കാം. വന്യ അക്രമകാരികളായ വന്നു കഴിഞ്ഞാൽ അതിനെ വെടിവെച്ച് വീഴ്ത്താനോ അതിനെ കൊലപ്പെടുത്തിയാൽ കേസെടുക്കാൻ പാടില്ല എന്നുള്ളത്. അത് മതി, അത് ഡയറക്ഷൻ കൊടുക്കാം. ആ ഡയറക്ഷൻ കൊടുക്കാത്തതിൻ്റെ ഫലമാണ് കോട്ടയം ജില്ലയിൽ കനമനയിൽ കാട്ടുപോത്ത് വന്ന് 2 കർഷകനെ കുത്തിക്കൊന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് പോലും ഓർഡർ ഇടാൻ പറ്റിയില്ല. അതെന്താണ്? വെടിവെക്കാൻ പറഞ്ഞിട്ട് മന്ത്രി ഉൾപ്പെടെ, ബഹുമാനായ കോട്ടയം ജില്ലയുടെ മന്ത്രി ഉൾപ്പെടെ കളക്ടർ ഉൾപ്പെടെ അവിടെ ഇരുന്ന് പ്രഖ്യാപിച്ചിട്ട് പറ്റാത്തത് കേന്ദ്രത്തിൻ്റെ ഈ നിയമം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ആ നിയമം പരിഹരിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊരു തീർച്ചയായും ഇടപെടൽ കേരള കോൺഗ്രസ് എമ്മിന് വളരെ ഒരു പങ്കുണ്ട്. ഇനി അത് പ്രസിഡന്റ് അത് സൈൻ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാലും അതൊരു അല്പ ആശ്വാസം എന്നാണ്, മുഴുവൻ ആശ്വാസമായെന്ന് ഞാൻ പറയില്ല. രണ്ടാമത്തെ കാര്യം വനഭേദഗതി. മൂന്നാമത്തെ കാര്യം വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ തന്നെ കൊണ്ടപ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ ഭരണത്തിലിരിക്കുക, അപ്പോൾ അത് കർഷകർക്കെതിരായിട്ട് വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഞങ്ങളാണ് ആദ്യമേ ചൂണ്ടിക്കാണിച്ചത്. ഡെലിഗേഷനായി മന്ത്രി ഉൾപ്പെടെയുള്ള ഇവിടെയുള്ളവരെ പോയി അവിടെ കണ്ടു, അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞു, അത് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ വ്യവസ്ഥകൾ വായിച്ചു നോക്കിയപ്പോൾ വ്യവസ്ഥകളിൽ കുഴപ്പമില്ല, പക്ഷെ എന്താണ് കുഴപ്പം? ആ റൂള് കൊണ്ടുവന്നാൽ അതിനെ മിസ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്കായി അത് നമ്മൾ മാറ്റിച്ച് വെക്കുകയുണ്ടായി. പട്ടയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ പറയുന്ന ഇടുക്കി മേഖലയിലെ
നിയമ ഭേദഗതി കൊണ്ടുവരേണ്ട വന്നു. ആ നിയമ ഭേദഗതി കൊണ്ടുവരുവാൻ പൈലറ്റ് റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ പൈലറ്റ് ചെയ്ത് നിയമ ഭേദഗതി കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അവിടെ ഒരു മുദ്രാവാക്യം 3 വർഷക്കാലം മുമ്പ് ഞങ്ങൾ കൊണ്ടുവന്നു. അവിടെ കർഷകന് ഉപാധിരഹിത സർവസ്വതന്ത്ര ഭൂമി കർഷകന്റെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് കേരള കോൺഗ്രസ് ആണ്. ഇപ്പോഴും ആ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോവുകയാണ്. അതുപോലൊപ്പം തന്നെ റബ്ബറിൻ്റെ കാര്യം നമുക്കറിയാം. കോട്ടയവുമായി ബന്ധപ്പെട്ട് റബ്ബർ 150 രൂപയായിരുന്നു സപ്പോർട്ട് പ്രൈസ്, അത് 180 ആക്കി. ഞങ്ങൾ പറഞ്ഞു 250 ആക്കണം. പക്ഷേ നമുക്കറിയാം സാമ്പത്തികമായ ഞെരുക്കം കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് അതിപ്പോൾ നമ്മൾ 200 രൂപയാക്കി. അതിലും കേരള കോൺഗ്രസിൻ്റെ ഒരു ഇടപെടൽ ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ വന്യമൃഗത്തിൻ്റെ അരിക്കൊമ്പൻ്റെ വിഷയം ഇങ്ങനെ നിരന്തരമായി ഇതൊക്കെ ചാനലുകളിൽ മീഡിയക്കകത്ത് മാസങ്ങളോളം നിന്ന വിഷയങ്ങളാണ്. ഇടപെട്ടിട്ട് പരിഹാരം കാണുവാൻ